ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കുറേ തെറ്റിദ്ധാരണകളുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഫുഡ്സ് കൊടുക്കുന്നതിനെ പറ്റി. അത് കൊടുക്കാവോ, ഇത് കൊടുക്കാവോ എന്നുള്ള ഡൗട്ട്സ്, അല്ലെ ഏത് സമയത്ത് കൊടുക്കണം, ചുമയും ജലദോഷമൊക്കെ ഉള്ള സമയത്ത് കൊടുക്കുന്ന ഫുഡ്സ് പ്രത്യേകിച്ചുണ്ടോ, അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസ് നമ്മുടെ പാരൻസിനുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് തെറ്റിദ്ധാരണകൾ എന്ന് കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ 6 മന്ത്സ് വരെയും ബ്രസ്റ്റ് മിൽക്ക് മാത്രം തന്നെ കുടിച്ച് വളരുന്ന കുട്ടികളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെമി സോളിഡ് ഫുഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ സെമി സോളിഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കൊടുക്കുന്നത് റാഗിയാണ്, കുറുക്ക്. അപ്പോൾ നമ്മളത് കൊടുക്കുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഈസിലി ഡൈജസ്റ്റ് ആയിട്ട് നമുക്ക് റാഗിയാണ് കൊടുക്കാൻ പറ്റുന്നതും. അപ്പോൾ ഇപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് മാത്രം കുടിച്ച് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് നമുക്കൊരു സോളിഡ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങളിൽ ഡൈജഷനിൽ പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സെമി സോളിഡ് ആയിട്ട് റാഗി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റാഗി കൊടുക്കുമ്പോൾ തന്നെ ചിലവർക്ക് ഡൗട്ട്സ് ആണ്, മഴ സമയത്ത് കൊടുക്കാവോ, അല്ലെങ്കിൽ കുഞ്ഞിന് ചുമയും ജലദോഷവും ഉള്ള ടൈമിന് റാഗി കൊടുക്കാവോ, അങ്ങനത്തെ ഡൗട്ട്സുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, ചെറിയ ചൂടോടുകൂടി നമുക്ക് റാഗി കുഞ്ഞുങ്ങൾക്ക് ജലദോഷമാണെങ്കിലും കുറച്ച് ചുമയുണ്ടെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വേറൊരു ഡൗട്ടാണ്, ഈ കേർഡ് ബട്ടറൊക്കെ, കേർഡ് ബട്ടർ മിൽക്ക് കേർഡൊക്കെയാണ്. അപ്പം ഇതൊക്കെ തണുപ്പ് സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവോ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചുമയും ജലദോഷം ഉള്ള ടൈമിൽ കൊടുക്കാവോ എന്നുള്ളത്. അപ്പം നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെക്ക് ചെയ്യണം കുഞ്ഞുങ്ങൾക്ക് ഈ മിൽക്ക് പ്രോഡക്ട്സിൽ എന്തെങ്കിലും അലർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോട്ടീസ് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചുമയും ചെറിയ ജലദോഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുളിപ്പില്ലാത്ത കേർഡ് അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് മിൽക്കാണ്, തേങ്ങയുടെ പാല്. അത് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ തന്നെ കഫക്കെട്ട് വരുമോ, അല്ലെങ്കിൽ ഇതുപോലെ ജലദോഷമുള്ള സമയത്ത് കൊടുക്കാവോ എന്നുള്ളതാണ് നെക്സ്റ്റ് ഡൗട്ട്. നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് കോക്കനട്ട് മിൽക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്മൾ എങ്ങനെയാ ഡയറക്റ്റ്ലി ഒരു സ്പൂൺ അങ്ങനെയല്ല നമ്മൾ കൊടുക്കുന്നത്. കോക്കനട്ട് മിൽക്ക് നമ്മൾ കൊടുക്കുന്നത് ഒന്നുകിൽ നമ്മൾ കുറുക്ക് കാച്ചിയതിന് ശേഷം അതിൽ 1-2 സ്പൂണ് ഒന്ന് മിക്സപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതും ചെറിയ ചൂടോടുകൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിന് അത്ര വലിയതായിട്ട് എഫക്റ്റീവായിട്ട് ചുമ വരാനോ അല്ലെങ്കിൽ ജലദോഷം വരാനുള്ള ചാൻസസ് കുറവാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് ഫുഡ് അവേർഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം കൊടുത്തു, അത് കുഞ്ഞ് കഴിച്ചില്ല, നമ്മൾ വീണ്ടും ഫോഴ്സ് ചെയ്യുവാണ്. അപ്പോൾ അതിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ആ ഫുഡിനോടുള്ള മടുപ്പ് കൂടുതലായിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മളൊരു പുതിയ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കുഞ്ഞ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് ചെയ്യുക. 1-2-3 ഡേയ്സ് കഴിഞ്ഞ് എഗെയിൻ നമ്മൾ ആ ഫുഡ് വീണ്ടും നമ്മൾ റീഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ഓരോന്നും കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് ശീലിക്കുമ്പോൾ മാത്രമേ അവർക്ക് ആ എല്ലാ രീതിയിലുള്ള ആ ഫുഡിനെ പറ്റിയിട്ടുള്ള അറിവ് അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, ബട്ട് നമ്മളത് വെയിറ്റ് ചെയ്ത് എഗെയിൻ വീണ്ടും നമുക്ക് റീഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്, പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് പശുവിൻ്റെ പാല് കൊടുക്കാവോ, അല്ലെങ്കിൽ അത് കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ളത്. കഴിവതും നിങ്ങൾ പശുവിൻ്റെ പാല് അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1-1.5 വയസ്സ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ കൗസ് മിൽക്കിലൊക്കെ ഉള്ളത് കൂടുതൽ കണ്ടൻറ്റ് പ്രോട്ടീനാണ്. വേ പ്രോട്ടീൻ എന്ന് പറയുന്ന കണ്ടൻറ്റ് കൂടുതലാണ്. മാത്രമല്ല ഇത് കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ട് ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുമാത്രമല്ല അതിൽ കേസിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. നമ്മൾ ഹ്യൂമൻ മിൽക്കിനെക്കാട്ടിയും എത്രയോ ഇരട്ടി, ഒരു 4-5 ഇരട്ടി പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലാണ് നമ്മുടെ ഈ കൗസ് മിൽക്കിൽ. അപ്പോൾ ഈ വേ കണ്ടൻറ്റും കൂടെ കൂടുതലാവുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അലർജി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഡൈജഷനും കുറച്ച് ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നമ്മൾ കൗസ് മിൽക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1-1.5 വയസ്സ് കഴിഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, ഈ പശുവിൻ്റെ പാല്, ആട്ടിൻ്റെ പാൽ, ഇതെല്ലാം അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് അല്ലേ. അപ്പോൾ അതേപോലത്തെ കണ്ടൻറ്റും കാര്യങ്ങളുമാണ് ആ മിൽക്കിലുള്ളത്. സോ ഡൈജഷൻ്റെ ഇഷ്യൂസൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇത് വരാനുള്ള ചാൻസസ് കൂടുതൽ. സോ അത് നമ്മൾ അധികം എന്താ പറയുക, ഒരു വലിയ രീതിയിലുള്ള ഒരു ഫുഡായിട്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം നമ്മളിത് ഫുഡ് കഴിച്ച് വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൂടുതൽ പശുവിൻ്റെ പാലൊക്കെ കുറേ ടൈംസ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കുറയും. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ്സ് കുഞ്ഞുങ്ങൾ കഴിക്കാൻ ഇടയാവത്തില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യും, പാലെങ്കിലും കുടിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പാല് ഫുൾ ടൈം നമ്മൾ പാലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് കുട്ടികൾ കഴിക്കത്തില്ല. നമ്മൾ പറഞ്ഞു വരുന്നത് അപ് ടു 2 ഇയേഴ്സിന് മുന്നേ എങ്കിലും
1 ഇയർ ആണ്, അറ്റ്ലീസ്റ്റ് 2 ഇയേഴ്സിന് മുന്നേ എങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഫാമിലി ഫുഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഫുഡ്സും കുഞ്ഞുങ്ങൾ കഴിച്ചിരിക്കണം. നമ്മൾ കഴിക്കുന്ന ഫുഡ്സ് തന്നെ കുഞ്ഞുങ്ങൾ കഴിച്ചിരിക്കണം. അതിൽ മുട്ട ഉൾപ്പെടുന്നുണ്ട്, ലീഫി വെജിറ്റബിൾസ് ഉൾപ്പെടുന്നുണ്ട്, ബാക്കിയുള്ള നട്ട്സ്, ഗ്രെയിൻസ് ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൾട്ടിഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ വരെ നമ്മൾ സിംഗിൾ ഗ്രെയിൻസ് ആയിട്ടുള്ള ഫുഡ് വേണം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും. അതായത് കുഞ്ഞുങ്ങളുടെ ഈ ഡൈജഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല വേറൊരു പ്രത്യേക കാര്യം, ഇഷ്ടം പോലെ വെള്ളം. ഇപ്പം കുഞ്ഞുങ്ങൾക്ക് പറയുന്നത് വെള്ളം കുടിക്കാൻ കുട്ടികൾ ഭയങ്കര അധികം ബുദ്ധിമുട്ടുന്നുണ്ടെന്നാണ്. കാരണം അവർക്ക് വെള്ളം കുടിക്കാൻ അത്രയും ഇൻട്രസ്റ്റ് അല്ല. അപ്പോൾ നമ്മൾ ഏത് രീതിയിലുള്ള ഫ്ലൂയിഡ്സ് ആണോ ആ രീതിയിലുള്ള ഫ്ലൂയിഡ്സ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക. അത് ജ്യൂസായിട്ട് കൊടുക്കാം, തിളപ്പിച്ചാറിയ വെള്ളമായിട്ട് കൊടുക്കാം. ഏത് രീതിയിലുള്ള ഫുഡാണെങ്കിലും അതിനോടൊപ്പം തന്നെ നമ്മൾ വെള്ളം കൂടി കുഞ്ഞുങ്ങൾക്ക് കുടിച്ച് ശീലിപ്പിക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.